സാധാരണഗതിയിൽ നമ്മളെപ്പോഴും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു റെക്ടാങ്കുലർ ബീം എന്ന് പറയുമ്പോൾ ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു ഐസോട്രോപിക് ആയിട്ടുള്ള ഒരു ബീമാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. ആ ഒരു ബീമിന്റെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു പാരാബോളിക് ആയിട്ടുള്ള കർവാണ് നമുക്ക് ലഭിക്കുക വിത്ത് മാക്സിമം വാല്യൂ ആക്ടിങ് അറ്റ് ഇറ്റ്സ് ന്യൂട്രൽ ആക്സിസ്. ഈ വാല്യൂവിനെ ഞാൻ ടൗ മാക്സ് എന്ന് മാർക്ക് ചെയ്യുന്നു. ഈ ടൗ മാക്സ് എന്നുള്ളത് നമുക്കറിയാം ടൗ ആവറേജിന്റെ 1.5 ഇരട്ടിയായിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലെ കൺസിഡറേഷൻ ആയിരുന്നു. അവിടെ ഹോമോജീനിയസ് ആയിട്ടുള്ള ഐസോട്രോപിക് ആയിട്ടുള്ള ഒരു ബീമാണ് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത്. പക്ഷെ ഒരു റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം പഠിക്കാൻ ഒരു സിംഗിളി റീഇൻഫോഴ്സ്ഡ് സെക്ഷന്റെ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു സിംഗിളി റീഇൻഫോഴ്സ്ഡ് സെക്ഷനാണ് ആദ്യം തന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു സിംഗിളി റീഇൻഫോഴ്സിലേക്ക് എത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ മാറ്റം വന്നു. നമുക്ക് ഹോമോജീനിയസ് ഐസോട്രോപിക് എന്നുള്ള അസംഷൻ ഇനി ഇവിടെ വാലിഡ് അല്ല. കാരണം അവിടെ റീഇൻഫോഴ്സ്മെന്റുകൾ വന്നു കഴിഞ്ഞു. ഡെഫിനറ്റ്ലി ഇങ്ങനൊരു ബീം എന്തല്ല, ഹോമോജീനിയസ് അല്ല. അപ്പോൾ ഇതിന്റെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം എങ്ങനെ വരും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആ ഉത്തരം ഞാൻ ആദ്യമേ നൽകാം. അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് പാർട്ട്ലി പരാബോളിക് പിന്നെ അങ്ങോട്ട് റെക്ടാങ്കുലർ എന്ന രീതിയിലാണ് വരുന്നത്. ഓക്കെ, പാർട്ട്ലി പരാബോളിക് പിന്നെ അങ്ങോട്ട് റെക്ടാങ്കുലർ എന്ന രീതിയിലാണ് അവിടെ വരുന്നത്. അപ്പോ ഈ ഒരു ഫിഗറിലേക്ക് നമുക്ക് എങ്ങനെ എത്താം എന്നുള്ളത് നമുക്കിവിടെ നോക്കാം. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ ബീമുകളിലേക്ക് ഷിയർ സ്ട്രെസിന്റെ ജനറേഷൻ ഉണ്ടാകുന്നത് എന്നും നമുക്ക് നോക്കാം. ഇവിടെ ഒരു സാധാരണ സിംഗിൾ റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ബീം ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ആ ബീമിലെ റീഇൻഫോഴ്സ്മെന്റും ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഈ ബീമിലേക്ക് ഒരു UDL ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ UDLന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ഇതിപ്പോൾ ഈ ബീം സിംപ്ലി സപ്പോർട്ടഡ് ആണെന്ന് നമുക്ക് വിചാരിക്കാം. നമ്മുടെ അനാലിസിസ് ഏറ്റവും എളുപ്പമാക്കാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു ബീം നമുക്ക് കിട്ടി. ഈ ബീമിലേക്ക് ഇങ്ങനെയാണ് ഇതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരിക. സപ്പോർട്ടിൽ 0 ആയിരിക്കും, സെൻട്രൽ മാക്സിമം എന്ന രീതിയിൽ. ഇവിടെ ഞാൻ ഏതൊരു 2 സെക്ഷൻസ് എടുത്ത് നോക്കിയാലോ. ഓക്കെ, ഞാൻ 2 സെക്ഷൻ എടുക്കുകയാണ്. വളരെ അടുത്തുള്ള 2 സെക്ഷൻസ് ഞാൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് ഈ 2 സെക്ഷൻ തമ്മിലുള്ള ദൂരം നിങ്ങൾ വിചാരിക്കുക dx എന്ന ദൂരം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. വളരെ ചെറിയ ദൂരമാണ്. ഇവിടെ ഞാൻ m എന്നുള്ള ഒരു മൊമെന്റും ഇവിടെ എനിക്ക് അപ്പോൾ m പ്ലസ് സം വേരിയേഷൻ ഇൻ മൊമെന്റും പ്രതീക്ഷിക്കാവുന്നതാണ്. ഡെഫിനറ്റ്ലി ആ ഒരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. there will be some variation in bending moment. ഈ വേരിയേഷൻ ഇൻ ബെൻഡിങ് മൊമെന്റ് ആണ് അവിടെ ഷിയർ ജനറേറ്റ് ചെയ്യിക്കാൻ കാരണമാവുന്നത്. നമുക്ക് നോക്കാം അത് എങ്ങനെയാണെന്ന്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സെക്ഷൻ ഞാനിപ്പോൾ ഇതിന് സെക്ഷൻ A എന്ന് പേര് കൊടുക്കുകയാണ്. ഇവിടെ സെക്ഷൻ B എന്ന് ഞാൻ പേര് കൊടുക്കുകയാണ്. സെക്ഷൻ എയിൽ ആക്ട് ചെയ്യുന്ന ടെൻസൈൽ ഫോഴ്സിനെ ഞാൻ T എന്ന് മാർക്ക് ചെയ്യുന്നു. ഡെഫിനറ്റ്ലി ദർ ഇസ് M പ്ലസ് DM അല്ലെ. അപ്പം മറ്റൊരു വേരിയേഷൻ ഇവിടെ ആക്ട് ചെയ്യുന്ന T പ്ലസ് DT എന്ന ടെൻസൈൽ ഫോഴ്സിലും കാണുവാൻ നമുക്ക് സാധിക്കും. കണ്ടില്ലേ, ഇവിടെ ഒരു DT എന്നുള്ള ഒരു അൺസെറ്റിൽഡ് കമ്പോണന്റ് ഉണ്ടാവുകയാണ്. അപ്പോൾ DT എന്താണ് ചെയ്യുന്നത്? ഈ ഒരു ബീമിന്റെ റീഇൻഫോഴ്സ്മെന്റുകളെ ഒരു സൈഡിലേക്ക് പിടിച്ചു വലിക്കുവാൻ ശ്രമിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആ DTയെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ എന്തുണ്ടായിരിക്കും? സം കൈൻഡ് ഓഫ് ഷിയർ വിൽ ബി ഡെവലപ്ഡ്. ഞാനിവിടെ നമ്മുടെ സ്ട്രെസ് ബ്ലോക്ക് കൺസിഡർ ചെയ്യുകയാണ്. ഇതാണ് ഇതിൻ്റെ ന്യൂട്രൽ ലെയർ ഞാൻ വരച്ചു. ഇങ്ങനെയായിരിക്കും അവിടെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്കറിയാം
ഇവിടെ ആക്ട് ചെയ്യുന്ന കംപ്രസീവ് ഫോഴ്സ് സി ആണെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്നത് സി പ്ലസ് ഡി സി എന്ന ഒരു കംപ്രസീവ് ഫോഴ്സ് ആയിരിക്കും. എല്ലായിടത്തും വേരിയേഷൻ ആണ് കാണിക്കുന്നത്. കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ ഒന്നുമില്ല. എല്ലാ സ്ഥലത്തും ഏതെങ്കിലും ഒരു അൺസെറ്റിൽഡ് കമ്പോണന്റ് നമ്മൾ കാണേണ്ടതായി വരുന്നു. അപ്പോൾ ഇത്തരം അൺസെറ്റിൽഡ് കമ്പോണന്റുകളെ റെസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ബീം തന്നെയാണ് അവിടെ ഷിയർ ഡെവലപ്പ് ചെയ്ത് കൊടുത്തിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വേരിയേഷൻ എങ്ങനെയായിരിക്കും നമുക്കൊന്ന് ഒരു ഇക്വേഷൻ രൂപത്തിൽ കിട്ടുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. കേസ് 1 അബവ് ദ ന്യൂട്രൽ ആക്സിസ്. നമുക്കപ്പോൾ മുകളിൽ പാരാബോളിക്കും താഴെ റെക്ടാങ്കുലറുമാണല്ലോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, എങ്ങനെയാണ് മുകളിൽ പാരാബോളിക് വന്നത് എന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ മുകളിലുള്ള റീജിയന്റെ പ്രത്യേകത നമുക്കറിയാം. അവിടെ നമുക്ക് ഷിയർ സ്ട്രെസിന്റെ ഇക്വേഷൻ നേരെ എഴുതാം. ടൗ സി ആർ ഈസ് ഈക്വൽ ടു വി എ വൈ ബാർ ഡിവൈഡഡ് ബൈ ഐ ഈക്വലന്റ് ഇൻറ്റു ബി എന്ന് ഞാൻ എഴുതുകയാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ഹോമോജീനിയസ് സെക്ഷന് വേണ്ടി നമ്മൾ കണ്ടുപിടിച്ച അതേ ഇക്വേഷൻ തന്നെയാണ്. ഇവിടെ ഐ ഈക്വലന്റ് എന്നുള്ള ടേം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈക്വലന്റ് എന്നുള്ളത് കൊണ്ട് അവിടെ കോൺക്രീറ്റ് ഉണ്ട്, സ്റ്റീൽ ഉണ്ട്, അല്ലെ? അപ്പോൾ രണ്ടുപേരെയും കൂടി ഒരുമിച്ച് കൺസിഡർ ചെയ്യാൻ വേണ്ടി അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു ടേമാണ് ഐ ഈക്വലന്റ് എന്നുള്ളത്. എഗെയിൻ നമ്മുടെ അനാലിസിസിനെ എളുപ്പമാക്കുന്നതിന് ഐ ഈക്വലന്റ് എടുക്കുന്നത് നമ്മളെ സഹായിക്കുന്നു. ഈ കാണുന്നതാണ് നമ്മുടെ ന്യൂട്രൽ ആക്സിസിന്റെ റീജിയൻ എങ്കിൽ, ന്യൂട്രൽ ആക്സിന്റെ മുകളിലുള്ള റീജിയൻ എങ്കിൽ ഞാൻ അവിടെ ഒരു ഷെയ്ഡഡ് റീജിയൻ കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, ഒരു ഷെയ്ഡഡ് റീജിയൻ കൺസിഡർ ചെയ്യുകയാണ്. ന്യൂട്രൽ ആക്സിസിന്റെ ഡെപ്ത് ഞാൻ എക്സ് എന്ന് മാർക്ക് ചെയ്യുന്നു. ഈ റീജിയന്റെ ഏരിയ ആണല്ലോ നമ്മൾ ഇവിടെ എ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ദൂരം ഞാൻ വൈ ബാർ എന്നും ഈ സെക്ഷനിലേക്കുള്ള ദൂരം ഞാൻ വൈ എന്നും കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, വൈ എന്നും കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ എ വിൽ ബി ഈക്വൽ ടു ഇതിന്റെ വിഡ്ത്ത് ഞാൻ ബി എന്ന് വിചാരിക്കുകയാണെങ്കിൽ എ വിൽ ബി ഈക്വൽ ടു എക്സ് എ മൈനസ് വൈ ഇൻറ്റു ബി എന്ന് എനിക്ക് എഴുതാം, അല്ലെ? എക്സ് എ മൈനസ് വൈ ഇൻറ്റു ബി എന്ന് എനിക്ക് എഴുതാം. സിമിലർലി വൈ ബാർ വിൽ ബി ഈക്വൽ ടു, വൈ ബാർ എത്രയായിരിക്കും? വൈ പ്ലസ് എക്സ് എ മൈനസ് വൈ, അല്ലെ? ഈ ഒരു ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഞാനിവിടെ എ മായ്ച്ചു കളയാണ്ടോ. ഈ ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ് എ മൈനസ് വൈ ആയിരിക്കുമല്ലോ. അപ്പോൾ വൈ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്തായിരിക്കും? എക്സ് എ മൈനസ് വൈ ഡിവൈഡഡ് ബൈ 2 പ്ലസ് വൈ എന്നുള്ള ഈ ദൂരമായിരിക്കും, അല്ലെ? ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ എനിക്ക് ലഭിക്കും വൈ പ്ലസ് എക്സ് എ ബൈ 2 മൈനസ് വൈ ബൈ 2 എന്ന് ലഭിക്കും, അല്ലെ? അല്ലെങ്കിൽ എനിക്ക് കിട്ടും എക്സ് എ ബൈ 2 പ്ലസ് വൈ ബൈ 2 എന്ന് കിട്ടും. അല്ല എങ്കിൽ എനിക്ക് നേരിട്ട് എഴുതാം എക്സ് എ പ്ലസ് വൈ ഓൾ ഡിവൈഡഡ് ബൈ 2 എന്ന് എനിക്ക് ലഭിക്കും. അപ്പോൾ എൻ്റെ ടൗവിൻ്റെ ഇക്വേഷൻ ഞാനൊന്ന് എഴുതുകയാണെങ്കിൽ ടൗ വിൽ ബി ഈക്വൽ ടു വി എ വൈ ബാർ ഡിവൈഡ് ബൈ ഐ ഈക്വലന്റ് ഇൻറ്റു ബി ആയിരുന്നു, അല്ലെ? വി ഡിവൈഡഡ് ബൈ ഐ ഈക്വലന്റ് ഇൻറ്റു ബി ഇൻറ്റു എക്സ് എ മൈനസ് വൈ നമ്മുടെ ഏരിയ ഇൻറ്റു ബി ഇൻറ്റു ഹാഫ് ഇൻറ്റു എക്സ് എ പ്ലസ് വൈ നമ്മുടെ വൈ ബാറിൻ്റെ ഇക്വേഷൻ. ഇവിടെ നമുക്ക് ലഭിച്ചു ബി ബി ക്യാൻസലായി. നമുക്ക് എന്താ വന്നത് അവിടെ? വി ഡിവൈഡഡ് ബൈ ഐ ഈക്വലന്റ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. നമുക്കറിയാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണെന്നറിയാം. ഒരു 1/2 ഞാനിവിടെ മാറ്റി എഴുതി വെച്ചു ഇൻറ്റു എക്സ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ നമുക്ക് അവിടെ ലഭിച്ചു. ഇതാണ് നമ്മുടെ ഷിയർ സ്ട്രെസ്സിന്റെ വേരിയേഷൻ. ഇവിടെ ഉള്ള ഒരേ ഒരു വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ആണ്. അത് ആ ഫൈബറിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിട്ടുള്ള വൈ ആണ് വരുന്നത്. ഇവിടെ വൈന്റെ പവർ സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം ഈ പറഞ്ഞ
ടൗവിൻ്റെ ഇക്വേഷൻ അത് വേരി ചെയ്യുന്നത് ഡെഫിനറ്റ്ലി എങ്ങനെയായിരിക്കും? പാരാബോളിക് വേരിയേഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവും. ഓക്കെ, പാരാബോളിക് വേരിയേഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ടോപ്പ് ലെയർ മീൻസ് മുകൾ ഭാഗം മുതൽ ന്യൂട്രൽ ആക്സിസ് വരെ എന്തായിരിക്കും വേരിയേഷൻ്റെ ഒരു ക്യാരക്ടർ എന്ന് നമ്മൾ പഠിച്ചു. പാരാബോളിക് വേരിയേഷൻ ആണ് അവിടെ വരുന്നത്. ഇനി നമുക്ക് കേസ് 2ലേക്ക് കിടക്കാം. ഓക്കെ, കേസ് 2ലേക്ക് നമുക്ക് കിടക്കാം. ബിലോ ദ ന്യൂട്രൽ ആക്സിസ്, കേസ് 2 ബിലോ ദ ന്യൂട്രൽ ആക്സിസ്. അപ്പോൾ എബവ് ദ ന്യൂട്രൽ ആക്സിസിന്റെ ആ റീജിയനിലെ വൈക്ക് ഒരു മാക്സിമം വാല്യൂ എന്തായിരിക്കും കുട്ടികളുണ്ടാവുക? എക്സ് ആയിരിക്കും മാക്സിമം വാല്യൂ ഉണ്ടാവുക. വൈക്ക് മിനിമം വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും ഉണ്ടാവുക, അല്ലെ? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോപ്പ് ഫൈബറിൽ 0 സ്ട്രെസ്സും ന്യൂട്രൽ ആക്സിസിൽ മാക്സിമം സ്ട്രെസ്സും വരുമെന്നുള്ള കാര്യം നമുക്ക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിന്റെ ആ ഒരു ഭാഗം ചെയ്താലുള്ള ഓർമ്മയിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ബീമിന്റെ പാരാബോളിക് വേരിയേഷൻ ഓൾറെഡി അവിടെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമുക്ക് എന്തിലേക്ക് പോവാം? കേസ് 2 ബിലോ ദ ന്യൂട്രൽ ആക്സിസിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ ഫസ്റ്റ് ഫിഗർ ഞാൻ ജസ്റ്റ് റീഡ്രോ ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഫിഗർ ഞാൻ ജസ്റ്റ് റീഡ്രോ ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ ആ ഫസ്റ്റ് ഫിഗറിന്റെ കേസിൽ ഞാൻ പറഞ്ഞിരുന്നു. ഫസ്റ്റ് ഫിഗർ മീൻസ് നമ്മുടെ ഈ യു ഡി എല്ലിന്റെ കേസ്, ഞാൻ ആ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ച കേസ്, ആ കേസിൽ അവിടെ പറഞ്ഞിരുന്നു ഈ ഒരു റീഇൻഫോഴ്സ്മെന്റ് ബാർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ റീഇൻഫോഴ്സ്മെന്റ് ബാറിലേക്ക് ടി എന്ന ഫോഴ്സും ഒരു ടി പ്ലസ് ഡി ടി എന്ന ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഈ ഡി ടി എന്ന ഫോഴ്സിനെ ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഷിയർ ഉണ്ടാകേണ്ടത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ ഡി ടി എന്ന ഫോഴ്സിന് ഈക്വൽ ആകേണ്ടേ അവിടെ ഡെവലപ്ഡ് ആകുന്ന ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്? പെട്ടെന്ന് കൺഫ്യൂഷൻ വരുന്നുണ്ടാവും അല്ലെ? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിത് 3D ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, നമുക്ക് 3D ഒന്ന് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഐഡിയ പെട്ടെന്ന് ക്ലിയർ ആവും. ഞാൻ ഇതേ ബീം ഒന്ന് 3D ഒന്ന് വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി ഒരു റീഇൻഫോഴ്സ്മെന്റ് മാത്രമേ വരയ്ക്കുന്നുള്ളൂ കേട്ടോ. ശരിക്കും ഒരുപാട് റീഇൻഫോഴ്സ്മെന്റുകൾ ഉണ്ടാവും, പക്ഷെ നമുക്ക് ഇവിടെ പഠനമാണ് ലക്ഷ്യം. എനിക്ക് തിയററ്റിക്കലി എങ്ങനെ വരുന്നു എന്നാണ് നമ്മൾ അറിയേണ്ടത്. അതുകൊണ്ട് ഞാൻ ഒരു റീഇൻഫോഴ്സ്മെന്റ് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. എത്ര റീഇൻഫോഴ്സ്മെന്റ് വന്നാലും നമുക്ക് ഇതേ ഐഡിയ അപ്ലിക്കബിൾ ആണെന്നുള്ള കാര്യം മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ടി പ്ലസ് ഡി ടി എന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, ഇവിടെ ടി എന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഇതിനെ റെസിസ്റ്റ് ചെയ്യുവാൻ അവിടെ ഷിയർ സ്ട്രെസ് ഡെവലപ്ഡ് ആകുന്നു അല്ലെ? എലോങ് ദ സർഫസ് ആണ് അവിടെ ഷിയർ സ്ട്രെസ് ടൗ ഡെവലപ്ഡ് ആകുന്നു. അപ്പൊ ഞാൻ പറയുകയാണ് ഡി ടി വിൽ ബി ഈക്വൽ ടു ഷിയർ ഫോഴ്സ്. ഓക്കെ, ഡി ടി വിൽ ബി ഈക്വൽ ടു ഷിയർ ഫോഴ്സ്. അപ്പോൾ ഈ ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡി എക്സ് എന്ന വളരെ ചെറിയ ദൂരമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബ്രെഡ്ത്ത് ബി ആണ്. ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ അല്ലെ? ഷിയർ സ്ട്രെസ് എവിടെ ആക്ട് ചെയ്യുന്നത്? ആ ഹൊറിസോണ്ടൽ ലെയേഴ്സിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എഴുതുന്നു ടൗ ഇൻറ്റു ഏരിയ ബി ഇൻറ്റു ഡി എക്സ്. അതായിരിക്കും അവിടുത്തെ ടോട്ടൽ ഏരിയ കടന്നു വരുന്നത്. ടൗ ഇൻറ്റു ബി ഇൻറ്റു ഡി എക്സ് ആയിരിക്കും അവിടുത്തെ ഏരിയ കടന്നു വരുന്നത്. ഹൊറിസോണ്ടൽ ലെയേഴ്സിലാണ് എപ്പോഴും ഷിയർ ഉണ്ടാവുക. അതിന്റെ കോംപ്ലിമെന്ററി വാല്യൂ ആണ് നമ്മൾ അലോങ് ദ ഫേസ് ഓഫ് ദ അല്ലെങ്കിൽ ആ ക്രോസ് സെക്ഷണൽ ഫേസിൽ പ്ലോട്ട് ചെയ്യുന്നത്. അതിന്റെ കോംപ്ലിമെന്ററി ഷിയർ സ്ട്രെസിന്റെ വാല്യൂ ആണ് എന്നുള്ള കാര്യം നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ പഠിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആൻഡ് പ്രിൻസിപ്പൽ സ്ട്രെയിൻസ് എന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കോംപ്ലിമെന്ററി ഷിയർ സ്ട്രെസ്സിനെ കുറിച്ചും പഠിക്കാനുണ്ട്, മോർ സർക്കിൾ അനാലിസിസ് ഒക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു ഐഡിയ എല്ലാവർക്കും വളരെ പെട്ടെന്ന് വ്യക്തമാവേണ്ടതാണ്. അപ്പോൾ ഡി ടി ഈസ് ഈക്വൽ ടു ടൗ ഇൻറ്റു ബി ഡി എക്സ് എന്ന വാല്യൂ അവിടെ നമ്മൾ എഴുതി. ഇനി നമുക്ക് നോക്കാം, ഈ ഡി ടിക്ക് നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കണം. എം വിൽ ബി ഈക്വൽ ടു ടെൻഷൻ ഇൻറ്റു ലിവർ ആം എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? ഇത് ടി ഇവിടെ ആക്ട് ചെയ്യുന്ന ടി ആണെന്നുണ്ടെങ്കിൽ ദർ വിൽ ബി സം കൈൻഡ് ഓഫ് ലിവർ ആം അല്ലേ? അവിടെ ഒരു കംപ്രസീവ് ഫോഴ്സ് എവിടെയെങ്കിലും ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിൽ, അല്ല അവിടെ ഡെഫിനറ്റ്ലി ആക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഫിഗറിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി കൺഫ്യൂഷൻ കുറയും.
ഓക്കെ, ഈ ടെൻസൈൽ ഫോഴ്സും ഈ കംപ്രസീവ് ഫോഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണല്ലോ നമുക്ക് ലിവർ ആം എന്ന് പറയുന്നത്. അപ്പോൾ ടി ഇൻറ്റു ലിവർ ആം എന്നുള്ളത് എമ്മിന് ഈക്വലൻ്റ് ആയിരിക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, അതേ ലിവർ ആം നമുക്ക് അവിടെ എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എഴുതാം എം പ്ലസ് ഡി എം വിൽ ബി ഈക്വൽ ടു ടി പ്ലസ് ഡി ടി ഇൻറ്റു ലിവർ ആം ആയിരിക്കും. ഇക്വേഷൻ 1, ഇക്വേഷൻ 2 എന്ന് ഞാൻ എഴുതുകയാണ്. ഓക്കെ, ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 നമുക്ക് ലഭിക്കും ഡി എം വിൽ ബി ഈക്വൽ ടു ഡി ടി ഇൻറ്റു ലിവർ ആം എന്ന് നമുക്ക് ലഭിക്കും. ഓർ വി വിൽ ഗെറ്റ് ഡി എം ബൈ ലിവർ ആം ഈസ് ഈക്വൽ ടു ഡി ടി എന്ന് നമുക്ക് ലഭിക്കും. ഈ ഇക്വേഷനെ എനിക്ക് ആദ്യം ലഭിച്ച ഇക്വേഷനിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ലഭിക്കും ഡി ടി വിൽ ബി ഈക്വൽ ടു ഡി എം ബൈ ലിവർ ആം വിൽ ബി ഈക്വൽ ടു ടൗ ഇൻറ്റു ബി ഇൻറ്റു ഡി എക്സ് എന്ന് എനിക്ക് ലഭിക്കും. ഓർ ഐ വിൽ റൈറ്റ് ടൗ വിൽ ബി ഈക്വൽ ടു ഡി എം ബൈ ലിവർ ആം ഇൻറ്റു 1 ബൈ ബി ഡി എക്സ് എന്ന് എനിക്ക് എഴുതാം. ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എഴുതാം ടൗ ഈസ് ഈക്വൽ ടു ഡി എം ബൈ ഡി എക്സ് ഇൻറ്റു 1 ബൈ ലിവർ ആം ഇൻറ്റു ബി എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, ഇവിടെ എനിക്ക് എഴുതാം ടൗ വിൽ ബി ഈക്വൽ ടു ഡി എം ബൈ ഡി എക്സ് എന്താ കുട്ടികളെ, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് മൊമെന്റ് എന്താ, ഡെഫിനറ്റ്ലി അത് ഷിയർ ഫോഴ്സ് ആണ്. വി ബൈ ലിവർ ആം ഇൻറ്റു ബി എന്ന് എനിക്ക് എഴുതാം. വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ലിവർ ആമിന്റെ എക്സ്പ്രഷൻ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മെനക്കെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ലിവർ ആമിന്റെ വാല്യൂ ഇവിടെ കോൺസ്റ്റന്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ബിലോ ന്യൂട്രൽ ആക്സിസിൽ വേരിയബിൾസ് ഒന്നുമില്ല. അപ്പോൾ വേരിയബിൾസ് ഒന്നും അവിടെ ഇല്ല എങ്കിൽ പിന്നെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും, റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും വരുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് വരയ്ക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ 2 കേസും കണ്ടുപിടിച്ചു കഴിഞ്ഞു. നമ്മൾ ആദ്യം വരച്ച ഡയഗ്രത്തിലേക്ക് നമ്മൾ എത്തി. ഓക്കെ, ന്യൂട്രൽ ആക്സിസിന്റെ മുകളിൽ പരാബോളിക് ഡിസ്ട്രിബ്യൂഷനും ന്യൂട്രൽ ആക്സിസിന്റെ താഴെ റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷനാണ് ഒരു സിംഗിൾ റീഇൻഫോഴ്സ്ഡ് ബീമിന്റെ കേസിൽ നമുക്ക് ലഭിക്കുക എന്നുള്ളത് നമ്മളിവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു വിത്ത് ഡെറിവേഷൻ. വളരെ ലളിതമായിട്ടുള്ള ഒരു ഡെറിവേഷനാണ്. ഈ ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഒരു പോയിന്റ് കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരം ഒരു ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ ഡിസൈനിൽ കൺസിഡർ ചെയ്യാറില്ല. കാരണം ഇത്തരം ഒരു ഡിസ്ട്രിബ്യൂഷന്റെ വാല്യൂ നിർണ്ണയിക്കുക എന്നുള്ളത് കുറച്ചധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ കോഡിൽ നോമിനൽ ഷിയർ എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ആവറേജ് ഷിയർ ആണ്. ഞാനിവിടെ ഒരു ആവറേജ് ഡിസ്ട്രിബ്യൂഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ആവറേജ് മീൻസ് എല്ലാ സ്ഥലത്തും ഒരുപോലെ എന്ന രീതിയിലുള്ള ഒരു ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വി ഡിവൈഡഡ് ബൈ ടോട്ടൽ ഷിയർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ചെയ്യാമെങ്കിൽ അങ്ങനെ ലഭിക്കുന്നതാണ് നോമിനൽ ഷിയർ സ്ട്രെസ്. കാൽക്കുലേഷൻ എളുപ്പമാക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ നോമിനൽ ഷിയർ ഉപയോഗിക്കുന്നത്. ഈ ഒറിജിനൽ ഡിസ്ട്രിബ്യൂഷൻ, ആ ഹാഫ് പാരാബോളിക് ആൻഡ് ഹാഫ് റെക്ടാങ്കുലർ ആയിട്ടുള്ളത് ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊരു എക്കണോമിക്കൽ അഡ്വാൻറ്റേജ് കിട്ടാനില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ഒരുപാട് കമ്പ്യൂട്ടേഷനെ ക്ലംസി ആക്കുന്നു എന്നുള്ള ഒരു കാര്യം മാത്രമേ അവിടെ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നോമിനൽ ഷിയർ സ്ട്രെസ് ഉപയോഗിച്ചിട്ടാണ് എപ്പോഴും ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വൽ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനും നോമിനൽ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ആൾ.